7 വർഷമായി ഞങ്ങൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പല സമര പരിപാടികൾ സംസ്ഥാനത്തും ഡൽഹിയിലും കഴിഞ്ഞ 2 വർഷം തുടർച്ചയായി സമരങ്ങളുടെ ഒരു വേരിയേറ്റം തന്നെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. രാജ്ഭവൻ മാർച്ച്, സെക്രട്ടേറിയറ്റ് ധർണ, അതുപോലെ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള 12 ദിവസം നീണ്ടു നിന്ന വാഹന പ്രചരണ ജാഥ. കഴിഞ്ഞ ഒക്ടോബറിൽ ഡൽഹിയിൽ 200ഓളം പേരെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി ജന്തർ മന്ദറിൽ നടത്തിയ ജാഥയും ധർണയും, അങ്ങനെ സമരങ്ങളുടെ ഒരു നീണ്ട ഘോഷയാത്ര തന്നെ നടത്തിയിട്ട് 1 ലക്ഷം ഒപ്പ് പ്രധാനമന്ത്രിക്ക് നൽകിയിട്ട് ആരും ഞങ്ങളുടെ 60 വയസ്സ് കഴിഞ്ഞവരുടെ 10,000 രൂപ പെൻഷൻ വേണമെന്ന ഈ ഡിമാൻഡിനെ കുറിച്ച് ഒരു ചർച്ചയ്ക്ക് പോലും ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും അറിയിക്കുന്നത് 1 കോടിയിൽ പരം 60 വയസ്സ് കഴിഞ്ഞ ജനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അതിൽ 62 ലക്ഷം പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ തന്നെയുണ്ട്. മറ്റ് കാറ്റഗറിയിൽപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞവർ ഉൾപ്പെടെ 1 കോടിയിലേറെ ജനങ്ങൾ കേരളത്തിലുള്ളത് വലിയൊരു വോട്ട് ബാങ്കായിരുന്നു എന്ന് ഈ രാഷ്ട്രീയ കക്ഷികളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോ ഈ 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മണി ഇറങ്ങി തൃശൂർ കോർപ്പറേഷന്റെ മുൻപിൽ പട്ടിണിക്കഞ്ഞി സമരം എന്ന ഒരു സമരമാണ് 100 കണക്കിന് ആൾക്കാർക്ക് കഞ്ഞി വെച്ച് കൊടുത്തുകൊണ്ട് വിതരണം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. 3 മണി വരെ അവിടെ ധർണയിക്കുകയും ചെയ്തു. സംസ്ഥാന നേതാക്കളടക്കം അവിടെ പ്രസംഗിക്കുന്നുണ്ട്. ഈ ഒരു സമരം കൂടി ഈ ഇലക്ഷൻ കാലത്ത് ഞങ്ങൾ നടത്തിയിട്ട് നേതാക്കൾ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ ഈ വരുന്ന ഇലക്ഷനിൽ വൺ ഇന്ത്യ വൺ പെൻഷന്റെ 14 ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരുടെ സംയുക്തമായ ഒരു യോഗം വിളിച്ചുകൂട്ടി എന്ത് ചെയ്യണം, വോട്ട് ആർക്ക് ചെയ്യണം എന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. ഈ 10,000 രൂപ പെൻഷൻ എന്നത് 2,000 ഇപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ. ഞങ്ങൾ പറയുന്നത് തയ്ച്ചു കൊടുക്കുന്ന എല്ലാവർക്കും പെൻഷൻ അർഹതയുണ്ട് എന്നാണ്. അങ്ങനെ ഉള്ള എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. തുല്യനീതി, തുല്യ പെൻഷൻ. ഈ ഒരു ഡിമാൻഡാണ് ഞങ്ങൾ സർക്കാരിന് മുമ്പിൽ വയ്ക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രകടന പത്രികയിൽ അവർക്ക് പറ്റുന്ന സംഖ്യ അവര് പ്രഖ്യാപിക്കട്ടെ. അങ്ങനെ പ്രഖ്യാപിക്കുന്ന സംഖ്യ ഏറ്റവും കൂടുതൽ ഓഫർ ചെയ്യുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അവർക്ക് ഞങ്ങളുടെ വോട്ട് എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് ആമുഖമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. ധനേഷ് പറയും. ഈ 10,000 രൂപ എന്നുള്ള മിനിമം എന്നുള്ളത് നടപ്പിലാക്കുവാൻ നിങ്ങളുടെ കൂടി സഹായ സഹകരണം ആദ്യം അഭ്യർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് ജനങ്ങളിലേക്ക് എത്തണം. ഇത് നമ്മുടെ അവകാശമാണ്. ഭരണഘടനയിൽ നമുക്ക് ഉള്ള ഒരു അവകാശമാണ്. നമ്മൾ അല്ലാതെ ഔദാര്യമായിട്ട് ചോദിക്കുന്നതല്ല. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെയും കൂടി സഹായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം ഇവിടെ ആരംഭിക്കുന്നത്. ഞങ്ങളുടെ ഈ സമരങ്ങൾക്കെല്ലാം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ഡോക്ടർ പ്രകാശ് പ്രകാശ് മുല്ലപ്പെരിയാർ സമരത്തിന്റെ നായകൻ. പ്രകാശ് നിയമപ്രകാരം നമ്മൾ അതിന് കോടതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് മുന്നോട്ട് നീങ്ങി പോയിട്ടില്ല. ഇനിയിപ്പോ അത് തന്നെ കോടതി തന്നെ അതിനെ കുറിച്ച് വിമർശിച്ചിട്ടുണ്ട്. അല്ല, പെൻഷൻ ഔദാര്യമല്ല, അവകാശമാണെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ, സർക്കാർ ജീവനക്കാരല്ല, എല്ലാവരുടെ കാര്യത്തിലാണ് വന്നിട്ടുള്ളത്. സർക്കാർ ജീവനക്കാർ മാത്രമാണോ നികുതി കൊടുക്കുന്നത്? ഈ കർഷകർ നികുതി കൊടുക്കുന്നില്ലേ?
ഇപ്പോൾ നിങ്ങൾ നികുതി കൊടുക്കുന്നില്ലേ? നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നമ്മളിപ്പോൾ ഓരോ സാധനങ്ങളും ശവപ്പെട്ടിക്ക് വരെ നികുതി കൊടുക്കുന്നുണ്ട് നമ്മൾ. എന്താണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് മാത്രം എന്താ പ്രത്യേകത അങ്ങനെ നിങ്ങൾ കാണുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ഇപ്പോഴല്ലേ തുടങ്ങിയത്? കോൺട്രിബ്യൂഷൻ ആണ് ഇപ്പൊ ഇതായിട്ടുള്ളത്. നിയമപ്രകാരമില്ല. ഏത് നിയമപ്രകാരമാണ്? ഏത് നിങ്ങളിത് ചെയ്യുമ്പോൾ ഈ ക്യാമ്പയിൻ കുറച്ച് കാലം ഇത് ഒരു പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ നിങ്ങൾ എന്താണ് ക്രിയാത്മകമായിട്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ഞങ്ങള് മൂവ്മെന്റ് ആയിട്ട് സമ്മർദ്ദമായിട്ട് കോടതിയിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് കേസ് കൊടുത്തത്? കോടതി അഡ്മിറ്റ് ചെയ്തത് എന്നൊക്കെയാണ്. കോടതിയില് നമ്മള് ഇപ്പൊ ഫയൽ ചെയ്തതല്ല. ആവശ്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് സംസാരിക്കേണ്ടതല്ല കേട്ടോ. ആവശ്യ ന്യായമാണ്. അവർക്ക് എന്താ ക്രിയാത്മകമായിട്ട് ചെയ്തത്? ഇത് നമ്മൾക്ക് ഈ പെൻഷൻ ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല ഈ പെൻഷൻ അർഹതയുള്ളത്. എല്ലാ പൗരന്മാർക്കും ഇത് അർഹതയുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ പെൻഷൻ മറ്റുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള പെൻഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ അജ്ഞതയാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ പെൻഷൻ തുടങ്ങി ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ട് ഇപ്പൊ 2 രൂപ ടാക്സ് പെട്രോളിന് പിടിച്ചിട്ട് ഇവിടെ പിടിച്ചിട്ട് ആ പൈസ പോലും പെൻഷനാണെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് അത് യഥാർത്ഥത്തിൽ ആ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല. മറ്റു വഴിയിലേക്ക് വഴി തിരിച്ചു വിടുകയാണ്. അപ്പൊ അതല്ല നമ്മൾക്ക് ആവശ്യം. സർക്കാർ ജനങ്ങളിൽ നിന്നും ജോലിയെടുക്കുന്ന ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചിട്ടാണെങ്കിൽ പോലും 60 വയസ്സ് കഴിയുന്നവർക്ക് മാന്യമായി ജീവിക്കാനുള്ള ഒരു പെൻഷൻ സമ്പ്രദായം ഇവിടെ കൊണ്ടുവരേണ്ടതായിരുന്നു. അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആരും ചെയ്തില്ല. അവർ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അതുപോലെ രാഷ്ട്രീയക്കാരെയും പ്രീണിപ്പിക്കുന്ന നയം മാത്രമാണ് ഈ 70 വർഷമായിട്ട് കേരളത്തിൽ ഇന്ത്യയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട അനുയായികളെ തിരികെ കയറ്റാൻ വേണ്ടി PSC നോക്കൂത്തിയാക്കി പിൻവാതിൽ നിയമനം നടത്തി അഴിമതിക്കുള്ള കളമൊരുക്കുകയാണ്. ഇവിടെ സാധാരണ PSCയിൽ ജോലി ചെയ്യുന്ന അപേക്ഷ കൊടുത്തിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇവിടെ ജോലി കിട്ടുന്നില്ല. കാരണം എന്താണ്? 8ാം ക്ലാസ് പഠിച്ചവനെ KSBയിൽ അപേക്ഷ കൊടുക്കുക, 10ാം ക്ലാസ്സുകാരൻ കൊടുത്താൽ റിജക്റ്റാണ്. എന്നിട്ട് 1.25 ലക്ഷം രൂപ വരെ ശമ്പളം കൊടുക്കുക. എന്ത് നിയമമാണ്? ഒരു പേഴ്സണൽ സ്റ്റാമ്പ് 30 വരെ ഒരു മന്ത്രിക്ക് പേഴ്സണൽ സ്റ്റാമ്പിലെ വെക്കാം. 2 കൊല്ലം കഴിഞ്ഞാൽ അയാൾക്ക് ആജീവനാന്ത പെൻഷൻ. അപ്പോൾ ഒരു മന്ത്രിസഭയുടെ കാലത്ത് ഒരു മന്ത്രിക്ക് 2 പേഴ്സണൽ സ്റ്റാമ്പിനെ നിയമിക്കുക. ലോകത്തിൽ എവിടെയെങ്കിലും നിയമമുണ്ടോ? ഇങ്ങനെയുള്ള കുറെ അനാവശ്യമായ നടപടികൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീക്കാൻ ഈ 60 വയസ്സ് കഴിഞ്ഞവർക്ക് 10,000 രൂപ കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് തന്നെയുമല്ല, ഇപ്പൊ ഈ തൊഴിലുറപ്പുകാർക്ക് കൊടുക്കുന്ന പൈസ വിപണിയിൽ വരുന്നത് പോലെ തന്നെ ഈ പെൻഷൻകാർക്ക് കൊടുക്കുന്ന പൈസയും വിപണിയിൽ വരും. വിപണിയിൽ വരുമ്പോൾ അതൊരു ചക്രം പോലെ കറങ്ങി വീണ്ടും അത് ടാക്സിലേക്ക് വരും. നമ്മൾ സോപ്പ് തുടങ്ങി ചീപ്പ് വരെ വാങ്ങുന്ന എല്ലാ സാധനത്തിനും നമ്മൾ നീതി കൊടുക്കുന്നുണ്ട്. ആ നീതിയുടെ അംശം സർക്കാരിന്റെ ഖജനാവിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഈ 10,000 രൂപ 3 റൗണ്ട് കഴിയുമ്പോൾ ഈ 10,000 രൂപ ടാക്സ് തന്നെ തിരിച്ച് നമ്മുടെ ഖജനാവിലേക്ക് എത്തുകയാണ്. അതേസമയം 1.25 ലക്ഷവും 2 ലക്ഷവും പെൻഷൻ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും 2ഉം 3ഉം പെൻഷൻ വാങ്ങുന്ന MP-മാരും MLA-മാരും ഉണ്ട്. അവരുടെയൊക്കെ പെൻഷന്റെ പൈസ എവിടേക്കാ പോവുക? മുഴുവൻ ബാങ്കിൽ കൊണ്ട് അട്ടിയിടുക, അല്ലെങ്കിൽ ബിനാമിയായിട്ട് വസ്തുവകൾ മേടിച്ച് കൂട്ടുക. ഇവിടെ മരുന്ന് വാങ്ങിക്കാൻ, വസ്ത്രം മേടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുന്ന ഈ 60 വയസ്സ് കഴിഞ്ഞ ജനങ്ങൾക്ക് ഒരു അത്താണിയാവാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. 1 ഇന്ത്യ 1 പെൻഷൻ നിവേദനങ്ങൾ പലർക്കും കൊടുക്കും. എല്ലാ മന്ത്രിമാർക്കും MLA-മാർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാവരും നമ്മളോട് അനുകൂലം തന്നെ പറയുന്നത്, പക്ഷെ വേദിയിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രം. പരസ്യമായിട്ട് അവർക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ മറികടന്ന് നമ്മളോട് അനുഭവം പ്രകടിപ്പിക്കാൻ അവർക്ക് പറ്റുന്നില്ല. മാത്യു കാവുങ്കൽ, ധനേഷ് ഗുരുവായൂർ. അതെ, ജില്ലാ പ്രസിഡന്റ്. സെക്രട്ടറി ധനേഷ് ഗുരുവായൂർ.
ബാലകൃഷ്ണൻ മണ്ണുത്തി. ട്രഷറർ ബാലകൃഷ്ണൻ മണ്ണുത്തി. പി കെ ബിജി സാജു ബിജി സാജു വരടി.